ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് പത്തിരിക്കും ചപ്പാത്തിക്കും അതേപോലെ തന്നെ ഇടിയപ്പത്തിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കടലക്കറിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇറച്ചിക്കറിനെക്കാട്ടും നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതേ രീതിയിലുള്ള കടലക്കറി റെഡിയാക്കി എടുക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാ നമ്മൾ അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും പുട്ടിനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു കടലക്കറിയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കടലക്കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് കടലക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണത് റെഡിയാക്കി എടുക്കണമെന്ന്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ. ഇനി നമ്മളിതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 3 ഏലക്ക, ചെറിയ കഷ്ണം പട്ട, 4-5 ഗ്രാമ്പു, ഒരു തക്കോലം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ മാറ്റിയെടുത്ത നമ്മുടെ ഒരു വല്യുള്ളിയുടെ പകുതി, മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല, ഹാഫ് മാത്രം മതിയാവും നമുക്ക്. ഉള്ളി നല്ല പോലെ ഒന്ന് റെഡിയായി വരണം. ഇനി ഇതിലേക്ക് നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആ ഒരു പച്ച സ്മെല്ല് മാറുന്ന വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് ചെറിയ തീയിലിരുന്നൊന്ന് റെഡിയായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു തക്കാളി നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത് നമ്മുടെ ഒരു ചുവന്നുള്ളി, പെരുംജീരകം. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതാ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില, നമ്മൾ മാറ്റിയെടുത്ത നമ്മുടെ ഒരു പച്ചമുളക്. അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മളിതാ ഒരു 4 പച്ചമുളകൊന്ന് നടുകെ കീറി എടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം. ഇനി നല്ല പോലെ ഒന്ന് പച്ചമണം മാറുന്ന വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി വളരെ കുറച്ച് മതി. കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ അതും ചേർത്തെടുക്കാം. അതേപോലെ തന്നെ നമ്മളിതാ ഒരല്പം മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് നമ്മൾ കടല ചേർക്കാം.
ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഒരു 4 വിസിൽ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരുപാട് ഗ്രേവിയിൽ ആക്കിയെടുക്കുന്നില്ല കേട്ടോ, ഇത്രയും മതി. അടച്ചു വെച്ച് ഒരു 4 വിസിൽ റെഡി ആവട്ടെ. ഇതാ നമ്മുടെ കടലക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ തണുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ കുക്കറൊക്കെ തുറന്നെടുക്കുന്നത്. കണ്ടല്ലോ, ഒരുപാട് ഗുണങ്ങളുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കടലയാണിത് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിന്നിവിടെ ഈ ഒരു കടലക്കറി നമ്മൾ പുട്ടിലേക്കാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിക്കായാലും അപ്പത്തിനായാലും ഇടിയപ്പത്തിനായാലും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. കണ്ടല്ലോ, ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.